ഏവർക്കും ഹൃദയനമം. ബ്രഹ്മവിദ്യാപൻ കൂടി ബ്രഹ്മവിദ്യയുടെ വളരെ സൂക്ഷ്മമായ തത്വം ഗുരു ലാളിത്യത്തോടെ വിഭാടനം ചെയ്യുകയാണ് ഇവിടെ. 4-ാമത്തെ ശ്ലോകം പ്രപഞ്ച സൃഷ്ടിയുടെ വിവരണമാണ് പ്രധാനമായിട്ട് നൽകുന്നത്. 2-ാമത്തെ വരിയില് പ്രാണീതി പ്രവിവിക്തഭുക് ബഹിരഹം പ്രാജ്ഞസുഷുപ്തൗ യതഃ എന്നാണ്. 3 ജീവിതാനുഭവങ്ങളെ ഇവിടെ ഗുരു വിവരിക്കുകയാണ്. ഒരുവന് തൻ്റെ ഒരു ദിവസത്തെ ജീവിത പ്രയാണത്തില് ജാഗ്രതെന്നും സ്വപ്നെന്നും സുഷുപ്തിയെന്നും പറയുന്ന 3 അനുഭവങ്ങളിൽ കൂടി കടന്നു പോകേണ്ടിയിരിക്കുന്നു. ആ 3 അനുഭവങ്ങളെയാണ് ഈ വരി വിവരിക്കുന്നത്. പ്രാണികള് 3 അവസ്ഥകളിൽ വർത്തിക്കുന്നു. അവസ്ഥാത്രയ വിചാരം നടത്തുകയാണ്. ഇപ്പൊ പ്രവിവിക്ത ഭുക്ക് എന്നുള്ളതിന് 2 തരം അർത്ഥം പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജാഗ്രതെന്നും സ്വപ്നമെന്നും. പക്ഷേ പിന്നീട് ബഹിരഹം എന്നും പ്രാജ്ഞ സുഷുപ്തൗ എന്നും പറയുന്നു. സുഷുപ്തിയിൽ പ്രാജ്ഞനായിട്ടും പുറമേ ഞാനെന്ന ഭാവത്തിലും, ബഹിഹി അഹം, പുറമേ ഞാനെന്ന ഭാവത്തിലും അറിയപ്പെടുന്നു. അപ്പോൾ സുഷുപ്തിയും ജാഗ്രതുമാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നു എങ്കിൽ ബഹിഹി പുറമേ, അഹം ഞാനെന്ന ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ പുറമേ ഞാനെന്ന ഭാവത്തിൽ വർത്തിക്കുന്ന ജീവന്റെ അനുഭവവേള ജാഗ്രതായിരിക്കും. പ്രാജ്ഞ സുഷുപ്ത, സുഷുപ്തിയിലെ ഉറക്കത്തിലെ പ്രാജ്ഞനായിട്ടും. അങ്ങനെ വരുമ്പോൾ പ്രവിവിക്ത ഭുക്ക് സ്വപ്നാനുഭവത്തെ ആയിരിക്കും ചൂണ്ടിക്കാണിക്കുന്നത്. പ്രവിവിക്ത ഭുക്കായിട്ട് ജീവിതത്തിലെ സൂക്ഷ്മമായ കാര്യത്തെ ഭുജിക്കുന്നവനായിട്ട്, ഭുജിക്കുന്നവൻ, അനുഭവിക്കുന്നവൻ. അപ്പം 3 അവസ്ഥകളെക്കുറിച്ചും അവസ്ഥാത്രയത്തെക്കുറിച്ചും ഇവിടെ ഭംഗിയായിട്ട് പറയുകയാണ്. പ്രാണീതി പ്രവിവിക്ത ഭുക്ക്, പ്രവിവിക്ത ഭുക്കായിട്ടും. സ്വപ്നത്തിൽ പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന ജീവന്റെ അനുഭവത്തെയാണ് അവിടെ പറയുന്നത്. പിന്നെ ബഹിരഹം, പുറത്ത് ഞാനെന്ന ഭാവത്തിലും, അത് ജാഗ്രതാനുഭവമായിരിക്കണം. പിന്നെയോ സുഷുപ്തൗ പ്രാജ്ഞ, ഗാഠനിദ്രയില് പ്രാജ്ഞനായിരിക്കുന്നു. പ്രാജ്ഞനും വിശ്വനും തൈജസ്സെന്നും ഒക്കെ ജീവൻ ഓരോ പേരുകൾ കൊടുത്തിരിക്കുകയാണ്. ഒരാള് തന്നെയാണത്. പക്ഷെ ഓരോ അനുഭവത്തില് അല്ലെങ്കിൽ ഓരോ അവസ്ഥയില് ആ ജീവൻ ഓരോ പേര് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. ഒരാള് രാവിലെ വീട്ടിൽ നിന്ന് തൻ്റെ ജോലി സ്ഥലത്തേക്ക് പോവാൻ ഒരുങ്ങുകയാണ്. ഭാര്യ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഭാര്യ അദ്ദേഹത്തെ ഒരു തരത്തിൽ സംബോധന ചെയ്യുന്നു, ചേട്ടാന്നോ അണ്ണാന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. അപ്പം അയാള് വീട്ടില് നിൽക്കുമ്പോൾ മക്കള് ചെല്ലുമ്പോൾ അച്ഛാന്ന് വിളിക്കുന്നു. ആ വീട്ടിൽ അദ്ദേഹത്തിന്റെ അമ്മയുണ്ടെങ്കിൽ അമ്മ മോനേന്ന് വിളിക്കുന്നു, എടാന്ന് വിളിക്കുന്നു. ഈ വ്യക്തി കോടതിയിലെ ജോലിയാണ്, ജഡ്ജായിട്ടിരിക്കുകയാണ്. അപ്പൊ ജഡ്ജായിട്ടിരിക്കുമ്പോൾ അദ്ദേഹം ജഡ്ജി എന്നറിയപ്പെടുന്നു. പിന്നീട് അദ്ദേഹം വൈകുന്നേരം ക്ലബിൽ പോകുന്നു. അപ്പൊ അന്നേരം അവിടുത്തെ ക്ലബ് മെമ്പറായിട്ട്, ഇപ്പൊ ലയൺസ് ക്ലബിലാണ്, ലയൺ ആയിട്ടാണ് അറിയപ്പെടുന്നത്.
കൂട്ടുകാരൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കൂട്ടുകാരനായി അറിയപ്പെടുന്നു. ഒരേ ആൾ തന്നെ. ഇവിടെ ഈ ജീവൻ 3 അവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നു എന്ന് പറഞ്ഞു. അതിൽ ഓരോ അവസ്ഥയിലും നിൽക്കുമ്പോൾ ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ജാഗ്രത അനുഭവത്തിൽ ഉണർന്നിരിക്കുന്ന സമയത്ത് ജീവന് കൊടുത്തിരിക്കുന്ന പേര് വിശ്വൻ എന്നാണ്. സ്വപ്നത്തിലെ തൈജസൻ, സുഷുപ്തിയില് പ്രാജ്ഞൻ. ജാഗ്രത അനുഭവത്തിൽ വിശ്വത്തെ അനുഭവിക്കുന്നത് കൊണ്ട്, പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത് കൊണ്ട് ജീവൻ ആ സമയത്ത് പേര് കൊടുത്തിരിക്കുന്നത് വിശ്വനെന്നും, സ്വപ്ന ദർശന സമയത്ത് സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നം നല്ല തേജസ്സോടുകൂടിയല്ലേ കാണുന്നത്, നല്ല വ്യക്തമായിട്ടാണ് കാണുന്നത്. ഉറക്കത്തിലാണ് അനുഭവിക്കുന്നത് നമുക്ക് തോന്നും, ഇരുട്ടത്താണ് നമ്മൾ കിടക്കുന്നത് എന്നുള്ളത് സത്യം. പക്ഷേ അനുഭവിക്കുന്ന ആ സ്വപ്നാവസ്ഥ അത് നല്ല ഉജ്ജ്വലമായിട്ട് തെളിഞ്ഞ് തേജസ്സോടുകൂടി കാണുന്നത് കൊണ്ടാവാം ഒരുപക്ഷെ ആ സമയത്ത് ജീവന്റെ പേര് പറഞ്ഞിരിക്കുന്ന തൈജസൻ. പിന്നീട് സുഷുപ്തിയിൽ പ്രാജ്ഞൻ, പ്രജ്ഞാരൂപത്തിലിരിക്കുകയാണ്, ബോധരൂപത്തിലിരിക്കുന്നത് കൊണ്ട്, ആത്മരൂപത്തില് പൂർണ്ണമായിട്ട് വിലയം പ്രാപിച്ചിരിക്കുന്നത് കാരണം ആ പ്രാജ്ഞനെ, ആ ജീവനെ പ്രാജ്ഞൻ എന്ന് പറയുന്നു. പ്രജ്ഞയില് വർത്തിക്കുന്നവൻ, പ്രജ്ഞാബോധം ആത്മരൂപത്തില് വർത്തിക്കുന്നവൻ. ഇത് വ്യക്തിയുടെ കാര്യത്തില്, വ്യക്തിയുടെ ജാഗ്രത അനുഭവത്തിൽ അനുഭവിക്കുന്ന ജീവനെ വിശ്വനെന്നും, സ്വപ്നാനുഭവത്തില് നമ്മൾ ഓരോ വ്യക്തിയായിട്ട് കാണുന്ന ജീവാത്മാവിന് ആ സമയത്ത് കൊടുക്കുന്ന പേര് തൈജസനെന്നും, ഉറക്കത്തില് പ്രാജ്ഞനെന്നും കൊടുക്കുന്നു. ഇതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന്, സമഷ്ടിയായ പ്രപഞ്ചത്തിനും ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തിന് ജാഗ്രത അനുഭവത്തിൽ പറയുന്ന പേര് വൈശ്വാനരൻ. വിശ്വമായിട്ട് പ്രകാശിക്കുന്ന വിശ്വത്തെക്കുറിച്ച് വ്യഷ്ടിയിൽ പറഞ്ഞപ്പോൾ, വ്യക്തിയുടെ കാര്യത്തിൽ, ജീവാത്മാവിന്റെ കാര്യത്തിൽ വിശ്വൻ എന്ന് പറഞ്ഞപ്പോൾ അത് സമഷ്ടിയുടെ കാര്യത്തിൽ, ആകവെയുള്ള പ്രപഞ്ചത്തിന്റെ ആ സമയത്ത് വർത്തിക്കുന്നത് എങ്ങനെ? വൈശ്വാനരനായിട്ട്. പിന്നെ സ്വപ്നാവസ്ഥയിൽ വ്യക്തിയുടെ കാര്യത്തിൽ തൈജസനായിട്ട് അനുഭവിക്കുന്ന അതേ ചൈതന്യം സമഷ്ടിയിൽ വരുമ്പോൾ, പ്രപഞ്ചത്തിലേക്ക് വരുമ്പോൾ ഹിരണ്യഗർഭൻ, ഹിരണ്യത്തെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലെ. തൈജസ്സനല്ലേ, തേജസ്സുള്ളവനല്ലേ, ഹിരണ്യം അങ്ങനെ പ്രകാശിക്കുന്നത് പോലെ, നല്ല ഉജ്ജ്വലമായിട്ടില്ല, സ്വർണത്തിന്റെ ആ ഒരു തപ്ത കാഞ്ചനം എന്നല്ലേ പറയുന്നത്. അപ്പൊ അതേപോലെ പ്രകാശിക്കുന്നതുകൊണ്ട് ഹിരണ്യഗർഭൻ എന്നും, ഗാഠനിദ്രയിലെ സമഷ്ടിയായിട്ടുള്ള ആ ജീവനെ വ്യവഹരിക്കുന്നത് ഈശ്വരൻ, എല്ലാറ്റിനെയും വഹിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ഈശ്. അപ്പൊ ഈ ഒരവസ്ഥയാണ് ശ്ലോകത്തിൽ പറയുന്നത്. പ്രാണികളെ എങ്ങനെ? പ്രവിവിക്തക്കായിട്ടും, ബഹിരഹം ജാഗ്രതായിട്ടും, പ്രാജ്ഞ സുഷുപ്തവും സുഷുപ്തിയില് പ്രാജ്ഞനായിട്ടും വർത്തിക്കുന്നത് ഏതൊരു ജീവനാണ്? ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം 3 തരം കാര്യങ്ങള്, 3 തരം രീതികളിലാണ് പ്രവർത്തനമെങ്കിലും, പ്രവർത്തനത്തിന്റെ സ്വഭാവം വ്യത്യാസമുണ്ടെങ്കിലും അവിടെയെല്ലാം നിശ്ചേഷ്ടനായിട്ട് ഇരുന്നു കൊണ്ട് ആത്മാവ് പ്രവർത്തിക്കുന്നു. ഇതിനെല്ലാം സൃഷ്ടിച്ചത്, എല്ലാറ്റിലും കടന്നിരിക്കുന്നത്, സൃഷ്ടമായതിലെല്ലാം, ജാതമായതിലെല്ലാം ഈശ്വരതത്വം കടന്നിരിക്കുന്നു എന്ന് ഒന്നാമത് തന്നെ പറഞ്ഞിട്ടാണ് ഈ വിവരണം കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ 3 അവസ്ഥകളിൽ കൂടി പോകുന്ന ജീവന്റെയും വ്യഷ്ടിയായിട്ടുള്ളതും സമഷ്ടിയായിട്ടുള്ളതുമായിരുന്നാലും അതിലെല്ലാം കടന്നു നിന്നത് ഞാൻ തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ് എന്നിവിടെ ഗുരു വളരെ വ്യക്തമായിട്ട്, സുവ്യക്തമായിട്ട് പറയാണ്. അതുകൊണ്ടാണ് ആ ശ്ലോകത്തിന്റെ 2ാമത്തെ വരി ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. പ്രാണീതി പ്രവിവിക്ത ഭുക്ക് ബഹിരഹം പ്രാജ്ഞസുഷുപ്തൗ യതഃ. ഇതെല്ലാം സംഭവിച്ചത് എവിടെ നിന്നാണ്
ഏതൊന്നിൽ നിന്നാണ്? യഥഹ, എവിടെ നിന്നാണത് വന്നത്? എല്ലാം ആത്മാവിൽ നിന്നാണ് വന്നിരിക്കുന്നത്. യാതൊരു ശക്തി നിമിത്തമാണ്. യഥഹ, ഏതൊരു രൂപത്തിലാണ്, യാതൊരു ശക്തിയാണോ ഇതിനെല്ലാം ഈ തരത്തില് നിർത്തിയിരിക്കുന്നത്, ആ ശക്തിയെ ഇതാ ഗുരു നമുക്ക് കാണിച്ചു തരികയാണ്. കരുണാവാനായ ഗുരു വളരെ സ്നേഹത്തോടുകൂടി പ്രേമത്തോടുകൂടി ജിജ്ഞാസുവിന്റെ കാതുകളിൽ ഓതുകയാണ്, കുഞ്ഞെ, ഈ ജീവന്റെ രഹസ്യം മനസ്സിലാക്കൂ. എല്ലാമായിട്ട് പ്രകാശിക്കുന്നത് ആത്മതത്വം തന്നെയാണ്. ഞാൻ ആ ആത്മതത്വം തന്നെയാണ്, നീയും അത് തന്നെയാണ്. അതുകൊണ്ട് ഈ ആത്മാവിനെ അറിയാനുള്ള പ്രവർത്തനങ്ങളിൽ കൂടി ഏർപ്പെട്ട് അതിനെ ഒന്ന് അറിഞ്ഞിട്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറയാം. അത്തരത്തിലുള്ള യഥാർത്ഥ ഗുരു പദം കാണിച്ചു തരുന്ന ആ മഹാപ്രഭുവിന്റെ പാദാന്തികത്തില് നമുക്ക് താണുവീണ് നമസ്കരിക്കാം. നന്ദി.